പ്രസവിച്ച് മണിക്കൂറുകൾ തികയും മുൻപ് ചോരക്കുഞ്ഞിനെ പെറ്റമ്മ കൊലപ്പെടുത്തിയെന്ന വാർത്ത കേട്ടത് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലാണ്. ഇക്കഴിഞ്ഞ മെയ് 3 രാവിലെ കൊച്ചി നഗരം ഞെട്ടിത്തരിച്ച അരുംകൊല. ഓഗസ്റ്റ് 31 കൊച്ചിയെ നടുക്കി പട്ടാപ്പകൽ സ്വകാര്യ ബസ്സിലിട്ട് കണ്ടക്ടറെ കുത്തിക്കൊന്നത്. ക്വാറി വ്യവസായിയായ തിരുവനന്തപുരം മലയങ്കിട് സ്വദേശി ദീപുവിനെ കളിയിക്കാവിളിയിൽ കാറിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതും ഏറെ വാർത്താ പ്രാധാന്യം നേടി. 2024 തിരുവോണ ദിവസം മലയാളികളെ കണ്ണീരണിയിച്ച സംഭവമായിരുന്നു കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിലെ വാഹനാപകടം. സ്കൂട്ടർ യാത്രക്കാരിയെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയത് ഒരു യുവ വനിതാ ഡോക്ടറും സുഹൃത്തും ചേർന്നായിരുന്നു. മെയ് 3 രാവിലെയാണ് കൊച്ചിയിൽ നവജാത ശിശു കൊല്ലപ്പെട്ടത്. റോഡിൽ കണ്ട കൊറിയർ കവറിനുള്ളിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന വാർത്ത. തൊട്ടു പിന്നാലെ സമീപത്തെ ഫ്ളാറ്റിൽ നിന്ന് കുഞ്ഞിനെ റോഡിലെറിഞ്ഞതാണെന്ന് വ്യക്തമായി. സംഭവത്തിൽ ഫ്ളാറ്റിലെ താമസക്കാരിയും കുഞ്ഞിന്റെ അമ്മയുമായ യുവതി അറസ്റ്റിലായി. നവംബർ 17 കൊച്ചി കളമശ്ശേരിയിലെ അപ്പാർട്ട്മെന്റിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരിയായ ജെയ്സി എബ്രഹാമിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരാഴ്ചയ്ക്ക് ശേഷം നവംബർ 25 കേസിലെ പ്രതികളായ ഗിരീഷ് ബാബുവിനെയും ഇയാളുടെ സുഹൃത്തായ ഖദീജയെയും പോലീസ് പിടികൂടി. പണവും സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുക്കാനായിരുന്നു പ്രതികൾ കൊലപാതകം ആസൂത്രണം ചെയ്തത്. ഓഗസ്റ്റ് 31 കൊച്ചിയെ നടുക്കി പട്ടാപ്പകൽ മറ്റൊരു കൊലപാതകം അരങ്ങേറിയത്. സ്വകാര്യ ബസ്സിലിട്ട് കണ്ടക്ടറെ കുത്തിക്കൊന്നു. ഇടുക്കി സ്വദേശി അനീഷാണ് കൊല്ലപ്പെട്ടത്. കളമശ്ശേരി സ്വദേശി മിനു ബിജു കേസിൽ അറസ്റ്റിലായി. ഒപ്പം താമസിച്ചിരുന്ന യുവതിക്ക് അനീഷുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് മിനൂബിനെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നായിരുന്നു അന്വേഷണത്തിലെ കണ്ടെത്തൽ. കൊല്ലത്തെ പാപ്പച്ചൻ കൊലക്കേസ് സിനിമാ കഥകളെ വെല്ലുന്ന നാടകീയതകൾ നിറഞ്ഞതായിരുന്നു. BSNL റിട്ടയർഡ് ഉദ്യോഗസ്ഥനും കോടീശ്വരനുമായ പാപ്പച്ചനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം സംഭവം സാധാരണ വാഹന അപകടമായി ചിത്രീകരിക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം. സൈക്കിളിൽ പോകുന്നതിനിടെ 2024 മെയ് 23 പാപ്പച്ചനെ കാർ ഇടിച്ചിട്ടത്. ചികിത്സയിലിരിക്കെ പിറ്റേ ദിവസം പാപ്പച്ചൻ മരിച്ചു. കൊല്ലത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ മാനേജറായിരുന്ന സരിത, സ്ഥാപനത്തിലെ എക്സിക്യൂട്ടീവ് അനൂപ്, പോളയത്തോട് സ്വദേശി അനിമോൻ, കടപ്പാക്കട സ്വദേശി മാഹീൻ, പോളയത്തോട് ഹാഷിഷ് അലി എന്നിവർ കേസിൽ അറസ്റ്റിലായി. ജൂൺ 24 രാത്രിയാണ് ക്വാറി വ്യവസായിയായ മലയൻകീഴ് സ്വദേശി എസ് ദീപുവിനെ കളിയിക്കാവിളയിൽ കാറിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കഴുത്തറത്ത നിലയിലായിരുന്നു മൃതദേഹം. ദീപുവിന്റെ കയ്യിലുണ്ടായിരുന്ന 10 ലക്ഷം രൂപയും നഷ്ടമായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഗുണ്ടയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായിരുന്ന അമ്പിളി എന്ന സജികുമാർ പിടിയിലായി. തിരുവോണ ദിവസം നാടിനെ നടുക്കിയ സംഭവമായിരുന്നു കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിലെ വാഹനാപകടം. സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചിട്ട ശേഷം വീണ്ടും അതേ യാത്രക്കാരിയുടെ ദേഹത്തുകൂടെ കാർ കയറ്റി ഇറക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഞെട്ടലോടെയാണ് കേരളം കണ്ടത്. ഇടക്കുളങ്ങര സ്വദേശി മുഹമ്മദ് അജ്മൽ ഓടിച്ചിരുന്ന കാറാണ് സ്കൂട്ടർ യാത്രികയായ കുഞ്ഞുമോളെ ഇടിച്ചിട്ടത്. സുഹൃത്തും സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറുമായ നെയ്യാറ്റിങ്കര സ്വദേശിനി ശ്രീകുട്ടിയും സംഭവ സമയം അജ്മലിനൊപ്പം കാറിലുണ്ടായിരുന്നു. സംഭവ സമയത്ത് ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. കണ്ണൂർ ADM-ആയിരുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യയും പോയ വർഷം ഏറെ രാഷ്ട്രീയ വിവാദമുയർത്തി. ന്യൂസ് ഡെസ്ക്, News 18.